എല്ലാവർക്കും നമസ്കാരം. ഇത് മിറാക്കിൾ ഫ്രൂട്ടിന്റെ ഒരു പ്ലാന്റ് ആണ്, ചട്ടിയിൽ വാങ്ങിക്കാൻ കിട്ടുന്നത്. ഇത്രയുള്ള ഒരു പ്ലാന്റ് ഞാൻ ബോംബെയിൽ നിന്ന് വന്നിട്ട് കാക്കാത്തുരുത്തിയിൽ ഒരു നഴ്സറിയിൽ പോയിട്ടുണ്ടായിരുന്നു, ചെടികളൊക്കെ വാങ്ങിക്കാൻ, ഈ ബഡ് ചെയ്ത സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ. അപ്പൊ അവിടുത്തെ കുട്ടികൾ എനിക്ക് ഇതിന്റെ ഒരു ഫ്രൂട്ട് പൊട്ടിച്ച് തന്നിട്ട് പറഞ്ഞു, മാഡം ഇതൊന്ന് കഴിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു ലെമണിന്റെ പീസും തന്നിട്ടുണ്ടായിരുന്നു. ശർക്കര മധുരമായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല, അത്രയും മധുരം ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാനൊരു പ്ലാന്റ് മേടിച്ചിട്ട് വന്ന് ചട്ടിയിലാണ് വെച്ചിരുന്നത്. കുറെ നാള് ഞാൻ ചട്ടിയിൽ തന്നെ അത് കീപ്പ് ചെയ്തു. അപ്പൊ ഇതിന്റെ ഒറിജിൻ എങ്ങനെയാ വെച്ചാൽ സൗത്ത് ആഫ്രിക്കയിലെ ആണ്. പക്ഷെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എല്ലാവരുടെ വീട്ടിൽ ചെന്നാലും മിറാക്കിൾ ഫ്രൂട്ട് ഒരെണ്ണം വെച്ചിട്ടുണ്ടാവും. എന്താ വെച്ചാൽ ഒരു ഗസ്റ്റ് വരുന്നു എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് ലെമൺ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ഇടുക വേണ്ട. ഡയബറ്റിക് പേഷ്യൻസിനായാലും നമുക്ക് വെള്ളം കുടിക്കാം. പിന്നെ പച്ചമാങ്ങ, ഇരുമ്പാമ്പുള്ളി എന്തും കഴിക്കാം. കയ്പ്പ് മധുരം അല്ല, പുളി അറിയില്ല, നല്ല ശർക്കര മധുരമായിരിക്കും. അപ്പൊ ഇതിലെ മിറാക്കുലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീൻ നമ്മുടെ ടേസ്റ്റ് ബഡ്സ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് ഇതിന് പുളി മധുരമായിട്ട് മാറണത്. അപ്പൊ പണ്ട് ക്യാൻസർ പേഷ്യൻസിനൊക്കെ അവർക്ക് ടേസ്റ്റിന് പ്രോബ്ലം വരുമല്ലോ ഭക്ഷണം കഴിക്കുമ്പോൾ. അപ്പോൾ അവിടെ US-ലൊക്കെ ഈ മിറാക്കിൾ ഫ്രൂട്ട് ഒരെണ്ണം കൊടുത്തിട്ടാണ് അവർക്ക്, എല്ലാം ജ്യൂസ് ആയിട്ടൊക്കെ ഇല്ലേ കഴിക്കുന്നുണ്ടാവുക, അത് കൊടുക്കുക. അപ്പൊ അവർക്ക് അത് നല്ലതാണ്. ഇപ്പൊ നമുക്കും കഴിക്കാം. ഇതിന്റെ സൈഡ് എഫക്ട്സ് ഒക്കെ അതിനെ പറ്റിയിട്ടൊന്നും എനിക്കറിയില്ല, പക്ഷെ എല്ലാവരും കഴിക്കുന്നുണ്ട്. ഞാൻ എന്നും ഒരെണ്ണം കഴിക്കും കേട്ടോ. നിറച്ചുണ്ടാവും, കണ്ടില്ലേ, ഇതാണ് ഫ്രൂട്ട്. ഈ ഫ്രൂട്ടിന്റെ ഉള്ളിൽ ഇതുപോലത്തെ ഒരു കുരു ഉണ്ടാവും. ആ കുരു തുപ്പിക്കളയാം, പക്ഷെ നല്ല മധുരമാണ്. മധുരം എന്ന് പറഞ്ഞാല് കാണാനാണ് ഭംഗി. എല്ലാം കായ ഇങ്ങനെ റെഡ് ഡാർക്ക് റെഡ് കളറിൽ ഇങ്ങനെ ഉണ്ടായി നിൽക്കും. ഇപ്പൊ എന്റെ കയ്യിൽ 2 പ്ലാന്റ് ഉണ്ട്. പ്ലാന്റില് നിറച്ചുണ്ടാവും. ഒപ്പം കിളികൾ വന്നിട്ടുള്ള ചിലക്കല് കാണണം. എല്ലാം ഇങ്ങനെ പോകും. ഞാനിപ്പോ അങ്ങനെ എല്ലാം ഇങ്ങനെ പൊട്ടിച്ചെടുക്കില്ല, അവരും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് വിട്ടുകൊടുക്കും. അപ്പോ നിറച്ചു കിളികൾ വരും. ഇതാണ് എന്റെ കയ്യിലത്തെ വലിയ മിറാക്കിൾ ഫ്രൂട്ട്. ഇത് വലിയ മരം ആവില്ല കേട്ടോ, ഷ്രബ് ആവുള്ളൂ, കുറ്റിച്ചെടിയാവുള്ളൂ. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇതിന്റെ മോൾ ഭാഗമൊക്കെ ഒന്ന് വെട്ടി പ്രൂൺ ചെയ്ത് നിർത്തും. അപ്പൊ എന്താ വെച്ചാൽ വല്ലാണ്ട് ഇങ്ങനെ വലുതാവില്ല. ഇതാണ് എന്റെ ചെറിയ ചെടി. ഇത് മേടിക്കുമ്പോൾ 1 ഫീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും അതുമ്പോൾ നിറച്ച് ഉണ്ടായിരുന്നു. ഇന്നലെ ഇവിടെ ക്ലീൻ ചെയ്തപ്പോഴേ അതിന്റെ എല്ലാ ഫ്രൂട്ട്സും പൊട്ടിച്ചെടുത്തു. എല്ലാം കിളികൾ കൊണ്ടുപോകും. കിളി പിന്നെയും വന്നെടുത്തിട്ട് പോകും വന്നാലും. പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇത് കഴിച്ചിട്ട് നമുക്കൊരു ലെമൺ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഇത്തിരി ഉപ്പിടേ വേണ്ടു, മധുരം ഇടണ്ട, നല്ല ശർക്കര മധുരമായിരിക്കും. അപ്പോ ഇനിയും എൻ്റെ വീട്ടില് നിറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് ഞാൻ 1 by 1 ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ മിറാക്കിൾ ഫ്രൂട്ട് എന്തായാലും ഒരെണ്ണം വെച്ചു എന്ന് വെച്ചിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് ചട്ടിയിൽ സുഖമായിട്ട് വളർത്താം. എൻ്റെ മോൻ ബോംബെയിൽ പോയിട്ട് ഒരെണ്ണം കൊണ്ടുവച്ചിട്ടുണ്ട്, പക്ഷെ ആയിട്ടില്ല എന്നാ പറയുന്നത്. അപ്പൊ എല്ലാവരും ഓരോന്ന് വാങ്ങിക്കും.